എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ വില്ലനാവട്ടെ അവനൊരു ഗഡാമുട്ടൻ മോൺസ്റ്റർ ആയിട്ട് ഇപ്പൊ ഗാറയെ ലക്ഷ്യമാക്കി പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. വില്ലൻ ചാടി വന്ന് ഗാറയുടെ ആ ഒരു സാൻഡ് ഷീൽഡ് തന്നെ തല്ലി തകർത്ത് ഗാറയുടെ ബോഡിയില് ഓൾമോസ്റ്റ് അവന്റെ എല്ലുകൊണ്ട് കുത്തി ഇപ്പൊ തെറിച്ചു പോവും. അപ്പൊ ലീ ഞെട്ടിയിട്ട് ഇപ്പൊ ഗാറയെ നോക്കി നിൽക്കും. അപ്പൊ പതിയെ പതിയെ ഗാറയുടെ മുഖത്ത് നിന്ന് ഇപ്പൊ ചില്ല് ചില്ലായിട്ട് മണ്ണ് താഴെ വീണ് പൊട്ടാൻ തുടങ്ങും. അപ്പോഴാണ് വില്ലന് മനസ്സിലാവുക ഗാറ അവന്റെ ഫേസില് സാൻഡ് വെച്ച് ഒരു കവചം തന്നെ സൃഷ്ടിച്ചിരുന്നു. വില്ലൻ വീണ്ടും ഗാറയെ അടിക്കാൻ വേണ്ടിയിട്ട് മൊരച്ച് നിൽക്കുമ്പോ ലീ ആവട്ടെ ചാടി വന്ന് ഗാറ മാത്രമല്ല നിന്റെ ഓപ്പണന്റ്, ഞാനും നിന്റെ ശത്രുവാണെന്ന് പറഞ്ഞ് അവനെ ഇടിക്കാനായിട്ട് ഒരുങ്ങും. പക്ഷെ വില്ലൻ അവന്റെ വാലുപയോഗിച്ച് ഇപ്പൊ ലീ അടിക്കാൻ നോക്കുമ്പോ ഗാറ ഞൊടിയിടയില് അവിടേക്ക് സാൻഡ് ഷീൽഡ് കൊണ്ടുവരും. പക്ഷെ നമ്മുടെ വില്ലൻ അവനിപ്പോ വളരെ പവർഫുൾ ആണ്. അവന്റെ വാലുപയോഗിച്ച് ആ ഒരു ഷീൽഡിനിട്ട് ഒരൊറ്റ അടി. ആ അടിയില് ഷീൽഡും ലീയും ഒരുപോലെ കറങ്ങി അടിച്ച് താഴെ വീഴും. ഭാഗ്യത്തിന് ഷീൽഡ് ഉണ്ടായതുകൊണ്ട് അവന് അധികം പരിക്കുകൾ പറ്റില്ല. പക്ഷെ ഗാറയ്ക്ക് അവന് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ കലിപ്പടിച്ച് വില്ലനെ നോക്കി നിൽക്കുമ്പോ അതേസമയം ആ വില്ലൻ അവന്റെ നട്ടല് ഒരു കത്തിയാക്കി അത് പുറത്തേക്ക് ഊരിയെടുക്കും. ലേ ഇത് കണ്ടു വരണ്ടിട്ട് ദേവിയെ ഇവൻ നിഞ്ചയൊന്നും അല്ല, വേറെ എന്തോ ഭീകര സാധനമാണെന്ന് പറയുമ്പോ വില്ലനാവട്ടെ അവന്റെ ആ ഒരു എല്ലുപയോഗിച്ച് ഗാറയുടെ ബോഡിയിൽ അതിട്ട് ചുറ്റാനായിട്ട് തുടങ്ങും. പക്ഷെ അപ്പോഴേക്കും ഗാറയാവട്ടെ അവന്റെ സാൻഡ് എടുത്ത് പെട്ടെന്ന് തന്നെ ഷീൽഡായിട്ട് അത് കവർ ചെയ്ത് പിടിക്കും. അപ്പത്തേക്കും വില്ലൻ അവന്റെ കൈ കൊണ്ട് ഒരു ഷാർപ്പായിട്ടുള്ള ആയുധം ഉണ്ടാക്കി മണ്ണ് തുളച്ച് ഗാറയെ കൊല്ലാനായിട്ട് ഇപ്പൊ റെഡിയാവും. അപ്പൊ പെട്ടെന്ന് വില്ലന്റെ വായി കൂടെ ഒരുപാട് ചോര ഇപ്പൊ പുറത്തേക്ക് വരും. പക്ഷെ അവൻ വീണ്ടും ഗാറയെ അടിക്കാൻ വേണ്ടിയിട്ട് അടുത്തു വരുമ്പോ ഗാറ അവന്റെ മണ്ണുപയോഗിച്ച് വലിയൊരു ബൊമ്മയെ തന്നെ ഉണ്ടാക്കി ഇപ്പൊ ഡിഫെൻഡ് ചെയ്ത് നിൽക്കും. കട്ട് ചെയ്താ ഇപ്പൊ ഒറോച്ചിമാരു ആവട്ടെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കിമിമാരു അവൻ ഇതുവരെയായിട്ടും സാസുകയുമായിട്ട് അവിടേക്ക് എത്തിയിട്ടില്ല. ഒരു പക്ഷേ അവൻ രക്തം വന്ന് മരിച്ചു പോയിട്ടുണ്ടാവോ എന്ന് കിബയുടെ ചോദിക്കുമ്പോ അതിന് കിബ ഒരിക്കലുമില്ല, എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ മെഡിസിൻസും ട്രീറ്റ്മെന്റും ഞാൻ അവന് കൊടുത്തിട്ടുണ്ട്. അവന്റെ മെഡിക്കൽ ഹിസ്റ്ററി അതെന്തെങ്കിലും കിട്ടുകയായിരുന്നെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ട് അവന് മെഡിസിൻ കൊടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇതുവരെ അവന്റെ ക്ലാനിൽ ചേർന്ന ഒരു ഹിസ്റ്ററി പോലും എനിക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവന്റെ ഗഗുയ ക്ലാനിലുള്ള ആരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവർക്ക് ഫൈറ്റ് ചെയ്ത് മരിക്കാനല്ലാതെ മറ്റൊന്നും അറിയില്ലായിരുന്നു. കിമിമാരുവിന് ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് കഴിവുകളുണ്ടായിരുന്നു. ഫൈറ്റ് ചെയ്യാൻ, മറ്റുള്ളവരെ പേടിപ്പിക്കാൻ, അങ്ങനെ പലതും. ക്ലാനിലുള്ള എല്ലാവരും മരിച്ചപ്പോ അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് സാക്ഷാൽ ഒറോച്ചിമാറു തന്നെയാണ്. ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു ഗക്കൈ ഗംഗൈ ക്ലാനിൽ ചേർന്നവനാണവൻ. അതുകൊണ്ട് ഒരുപാട് കാലത്തേക്ക് അവനെ പൂട്ടിയിടേണ്ടതായിട്ട് വന്നു. അവന്റെ എല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ അറ്റാക്ക് ചെയ്യാൻ കഴിയും. മാത്രമല്ല അവന് മാരക ഡിഫൻസ് പവറാണ്. അതുപയോഗിച്ച് അവനെ കൊണ്ട് അഫൻസ് ചെയ്യാനും സാധിക്കും. കട്ട് ചെയ്ത നമ്മുടെ വില്ലൻ അവന്റെ കയ്യിലുണ്ടാക്കിയ ആ ഒരു ബോൺസ് ഉപയോഗിച്ച് ഇപ്പൊ ആ ഒരു പാവയെ തന്നെ തുളയ്ക്കാനായിട്ട് ആരംഭിക്കും. ഗാറയുടെ ഡിഫൻസ് പവർ ആയിട്ടുള്ള ആ ഒരു ഷീൽഡ് തന്നെ അവൻ കുത്തി തുളച്ച് ഒരോട്ടയിടും. ഇതെല്ലാം കണ്ട് ലീ ആവട്ടെ പേടിച്ച് തൂറിയിരിക്കുമ്പോ ഗാറയ്ക്ക് യാതൊരു കുലുക്കം ഉണ്ടാവില്ല. പക്ഷെ കിമിമാരു അവന്റെ സർവ്വശക്തി എടുത്ത് വീണ്ടും വീണ്ടും ആ ഷീൽഡിന് ഓട്ട ഇട്ടുകൊണ്ടേയിരിക്കും. ഇവിടെ ഗാറയാവട്ടെ അവന്റെ പവർ വീണ്ടും കൂട്ടി ഷീൽഡ് ബോൾഡ് ആക്കുമ്പോ കിമിമാരുവിന്റെ അസ്ഥികൾ തന്നെ ഇപ്പൊ പൊട്ടിപ്പോവാനായിട്ട് ആരംഭിക്കും. ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാ കിമിമാരു അവന്റെ കാൽസ്യം ഉപയോഗിച്ച് എല്ലുകൾ ചേർത്ത് ഒരായുധം ഉണ്ടാക്കി. അതേ സമയത്ത് ഗാറയാവട്ടെ ഒരുപാട് മിനറൽസ് ഉപയോഗിച്ച് വലിയൊരു കട്ടിയുള്ള ഷീൽഡ് തന്നെ ഉണ്ടാക്കി. അതും പോരാഞ്ഞ് ആ ഒരു ഷീൽഡില് അവൻ ചക്ര പവർ കൂടെ ആഡ് ചെയ്യും. ഇതെല്ലാം കാണുമ്പോ വില്ലന് പിടികിട്ടും ഇവൻ ഗക്കൈ ഗംഗൈ ക്ലാനിൽ ചേർന്ന ഒരുപാട് പവറുള്ള ഒരു ബ്രഹ്മാണ്ഡ നിഞ്ചയാണെന്ന്. ഇതെല്ലാം കണ്ട് ഷോക്കായി കിമിമാരു ഒരു മിനിറ്റ് ഷോക്കായിട്ട് നിൽക്കും. അവനെ കൊണ്ട് മാത്രമേ എല്ലുപയോഗിച്ച് ഈ ഒരു ഫൈറ്റ് നടത്താൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല അവന്റെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. തീർച്ചയായിട്ടും അല്പസമയത്തിനുള്ളില് രക്തം ഛർദ്ദിച്ച് അവൻ മരിച്ചു പോവും. കാരണം വലിയൊരു അസുഖത്തിന് അവൻ പണ്ടേ അടിമയാണ്. അപ്പൊ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഒറോച്ചിമാറു എർത്തിന്റെ ആ ഒരു ശാപക്കുറിയാണ് അവന് കൊടുത്തത്. ഇന്നു മുതൽ നമ്മൾ രണ്ടുപേരും ഒന്നാണ്. നമ്മൾ രണ്ടുപേരും ചേർന്ന് ഈ ഒരു ഭൂമിയുടെ രഹസ്യം അതെന്താണെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുമെന്ന് ഒറോച്ചിമാറു അവന്റെ അടുത്ത് പറയും. അതിലൂടെ നമുക്ക് രണ്ടുപേർക്കും ഈ ലോകത്തെ തന്നെ നമ്മുടെ വരുതിയിലാക്കാം. എന്റെ സ്വപ്നങ്ങൾ അത് നിന്നിലൂടെയാണ് നിറവേറാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് തന്നെ ഒറോച്ചിമാറു ക്രിയേറ്റ് ചെയ്യും. ഈ 4 പേര് ഇപ്പൊ കിനിമാരുവിന്റെ അണ്ടറിലാണ്.
കാരണം ഒറോച്ചിമാറു സ്വീകരിക്കാൻ പോകുന്നത് കിനിമാറുവിന്റെ ബോഡിയാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അവരെല്ലാവരും ഒറോച്ചിമാറുവിനെ പോലെ തന്നെ ഇവനെ റെസ്പെക്ട് ചെയ്യണം. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റില് കിമിമാരു പറയും, ഞാൻ ഒറോച്ചിമാറുവിന്റെ ടീമാണ്, അവനു വേണ്ടി എന്റെ ജീവൻ പോലും കളയാൻ ഞാൻ തയ്യാറാണ്. ഇപ്പൊ ഒരു കാര്യം, ഗാരയ്ക്ക് ആവശ്യത്തിന് പവറില്ല, പക്ഷേ അവന്റെ ഉള്ള പവർ വെച്ച് കിനിമാര് നിൽക്കുന്ന അതേ സ്ഥലത്ത് വലിയൊരു കുഴിയുണ്ടാക്കി അവനെ ഇപ്പൊ പാതാളത്തിലേക്ക് താഴ്ത്താൻ തുടങ്ങും. 700 അടി അടിയിലേക്ക് കൊണ്ടുപോയി അവനെ അതില് സപ്രസ് ചെയ്യാനാണ് ഇപ്പൊ ഗാറ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വില്ലൻ മണ്ണിന്റെ ഉള്ളിലേക്ക് പോകുന്ന കണ്ടിട്ട് ഇപ്പൊ ലീ ആവട്ടെ ഒരുപാട് സന്തോഷിക്കും. ലീ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി, യെസ് നമ്മൾ കൊന്നവനെ. പക്ഷെ അവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കുഴിക്കുള്ളില് ഇപ്പൊ ബ്രേക്ക് ഡാൻസ് നടത്തുന്ന ഒരു സൗണ്ട് കേൾക്കും. നമ്മുടെ ആൾക്കാർ എന്താ സംഭവിച്ചെന്നറിയാതെ ഞെട്ടി നിൽക്കുമ്പോ അവനെ കുഴിച്ചിട്ട ആ കുഴിന്റെ മേലെ കൂടെ ഇപ്പൊ ഒരുപാട് എല്ലുകള് അത് പൊന്തിയും താന്നും വന്നുകൊണ്ടിരിക്കും. അവിടെ ഓൾറെഡി ഇപ്പൊ മുഴുവനായിട്ടും എല്ലുകൊണ്ട് നിറയും. പക്ഷെ ആ ഒരു എല്ലുകള് ഫോക്കസ് ചെയ്യുന്നത് ഗാറയല്ല, മറിച്ചിപ്പോ ലീനെയാണ്. അതേസമയം ഒറോച്ചിമാറു ആവട്ടെ ഇതുവരെ അവരെ ആരും കാണാതെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. നമ്മൾ ആദ്യം 4 പേരെ അയച്ചു, അവർ ഇതുവരെയായിട്ടും തിരിച്ചെത്തിയിട്ടില്ല. പക്ഷെ കിമിമാരു അവനെ തോൽപ്പിക്കാൻ അത്ര പെട്ടെന്ന് ആരെക്കൊണ്ടും സാധിക്കില്ല. കട്ട് ചെയ്ത ഇവിടെ ആ ഒരു വില്ലൻ അവന്റെ എല്ലുകൾ മുഴുവനായിട്ടും പുറത്തേക്കെടുത്ത് ഗാറയെയും ലീയെയും ഇപ്പൊ ഒരുപോലെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഗാറ അവനാള് ചില്ലറക്കാരനല്ല, അവന്റെ സാൻഡ് ഉപയോഗിച്ച് ഇപ്പൊ ലീയെയും സേഫ് ആക്കിയിട്ട് അവർ എയറിൽ നിൽക്കുകയാണ്. ഇവിടെ മണ്ണിനടിയില് നമ്മുടെ കിമിമാരുവിന് ഒരുപാട് വിഷമാവും. ദയവായി എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെ കട്ട് ചെയ്താല് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. അവർ ജൂനിയർ എക്സാമിന് മുൻപായിട്ട് ലീഫ് വില്ലേജ് അറ്റാക്ക് ചെയ്യാനുള്ള ആ ഒരു പ്ലാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവനിപ്പോ ആലോചിക്കും. അന്ന് ആദ്യമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്താണ് കിമിമാരു ബ്ലഡ് ഛർദ്ദിക്കുന്നത്. പിന്നീട് ലീഫ് വില്ലേജിലെ കസകക്കിനെ കൊന്ന് ഒറോച്ചിമാറു അവന്റെ രൂപത്തിലേക്ക് മാറുമ്പോഴും കിമിമാരുവിന്റെ അവസ്ഥ അത് വളരെയധികം മോശമായിക്കൊണ്ടിരുന്നു. അവൻ ആകെ അപ്സെറ്റ് ആയിട്ട് അവിടെ നിൽക്കാൻ നേരം വീണ്ടും രക്തം ഛർദ്ദിച്ച് അവൻ താഴെ വീഴും. തിരികെ വന്ന് അവന് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴായിരിക്കും അവൻ വലിയ അസുഖത്തിന് അടിമയാണെന്നുള്ള കാര്യം അവൻ അറിയുക. അവനിരുന്ന് കരയാണ്, കാരണം ഒറോച്ചിമാറുവിനെ ലീഫ് വില്ലേജ് അറ്റാക്ക് ചെയ്യാൻ ഒരു സഹായം പോലും അവനെ കൊണ്ട് ചെയ്യാനായില്ല. അപ്പൊ കബൂട്ട പറയും, കുഴപ്പമില്ല, നിനക്ക് വേണ്ടി ഒരു പുതിയ ബോഡി തന്നെ ഒറോച്ചിമാറു കണ്ടുപിടിച്ചു, അത് മറ്റാരുടേതുമല്ല, സാക്ഷാൽ സാസുകയുടേത്. കട്ട് ചെയ്താ ഇപ്പൊ വീണ്ടും വില്ലൻ അവന്റെ പഴയ ഇമാജിനേഷനിലേക്ക് പോവും. താൻ ഒറ്റപ്പെട്ടു നിന്നപ്പോ തന്നെ കൂട്ടിക്കൊണ്ടുപോയ ഒറോച്ചിമാറു, അതുമാത്രമല്ല ഭൂമിയുടെ ആ ഒരു ശാപക്കുറി കൊടുത്ത് അവനെ സ്വന്തമായിട്ട് കരുതി. അന്നു മുതൽ ഒറോച്ചിമാറു അവന്റെ ദൈവമാണ്. ഒറോച്ചിമാറുവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യുന്നു പറഞ്ഞ് അവൻ അലറിക്കരയും. ഇവിടെ നമ്മുടെ ആൾക്കാര് മണ്ണിന്റെ മേലെ നിന്ന് ഇനി പേടിക്കാൻ ഒന്നുമില്ല, അവന്റെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മുടെ 2 ആൾക്കാരും തിരികെ പോകാൻ ഒരുങ്ങും. അപ്പൊ ഞൊടിയിടയില് പുറകിന്നൊരു സൗണ്ട് കേൾക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ കിമിമാരു. നീ മണ്ണുപയോഗിച്ച് എന്നെ കുഴിച്ചിടുവല്ലേടാ ഒറോച്ചിമാറു, അവനെന്റെ ദൈവമാണെന്ന് പറഞ്ഞ് വീണ്ടും എല്ലുകൊണ്ട് വലിയൊരു ആയുധം ഉണ്ടാക്കി ഇപ്പൊ ഗാറയെ കുത്താനൊരുങ്ങും. അപ്പൊ അതേ സമയത്ത് താഴെ ഒരു ചെടിയില് ഇപ്പൊ പതിയെ പതിയെ ബ്ലഡ് വീഴാൻ തുടങ്ങും. ഗാറയ്ക്ക് മനസ്സിലാവും അവൻ എന്തോ കുഴപ്പമുണ്ടെന്ന്, കാരണം അവന്റെ വായിൽ നിന്നാണ് ഇപ്പൊ ബ്ലഡ് താഴേക്ക് വീഴുന്നത്. കട്ട് ചെയ്താ ഇവിടെ കിബ പറയും, ഇതിനോടകം കിമിമാര് മരിച്ചിട്ടുണ്ടാവും, പക്ഷെ നമുക്കിപ്പോ ആവശ്യം സാസുക മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും സമയമായിട്ടും അവര് വരാത്തെന്ന് ചോദിക്കുമ്പോ ഒറോച്ചിമാറു ആവട്ടെ അവനെ കൂട്ടിക്കൊണ്ടുവരേണ്ട കാര്യമില്ല, അവൻ ഒറ്റയ്ക്ക് ഇവിടേക്ക് തന്നെ വരും. കട്ട് ചെയ്താ നമ്മുടെ 2 അണ്ണന്മാരും ഇപ്പൊ ഒരു മരച്ചൊട്ടി കുത്തിയിരിക്കും. അവിടെ വന്നിട്ട് ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് അവര് കൂലങ്കക്ഷമായിട്ട് ആലോചിക്കും. അപ്പൊ ലീ പറയും, നമുക്ക് ഒരുപാട് ലക്കുണ്ട്, അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് നമ്മളിപ്പോ രക്ഷപ്പെട്ടു വന്നത്. എന്റെ മാസ്റ്റർ എപ്പോഴും ലക്കിനെ കുറിച്ച് ഒരുപാട് പറയും. അതിന് ഗാറ അവൻ വെറും ഒരു മണ്ടനാണ്, അവൻ പറഞ്ഞ പൊട്ടത്തരം നീ അല്ലാതെ വേറെ ആരും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് ലീയെ കളിയാക്കും. അതിന് ലീ ടെൻഷനായിട്ട്, എന്റെ മാസ്റ്ററിനെ കുറിച്ച് ഒന്നും പറയരുത്, എന്റെ മാസ്റ്റർ ആള് സൂപ്പറാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്റെ മാസ്റ്ററിനെ, നീ എന്റെ ജീവൻ രക്ഷിച്ചു, അതിനെനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷെ എന്ന് കരുതി എന്റെ മാസ്റ്ററിനെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല എന്ന് പറയുമ്പോ ഗാറ ഒരു നിമിഷം കിമിമാരുവിനെ കുറിച്ച് ഒന്ന് ആലോചിക്കും. അവനും അവന്റെ മാസ്റ്റർ ഒറോച്ചിമാറുവിനെ ഒരുപാട് ഇഷ്ടായിരുന്നു. അവൻ എത്രയൊക്കെ വൃത്തികെട്ടവനാണെങ്കിലും കിമിമാരുവിന് അവൻ ദൈവമാണ്. ഒരു കണക്കിന് അവനും നമ്മുടെ കുട്ടപ്പനെ പോലെ തന്നെയാണ്. പക്ഷെ നമുക്കിഷ്ടമുള്ളവര് തെറ്റായ പാതയിൽ പോയാൽ പോലും ഒരു പരിധിവരെ നമ്മളവരെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് ഇപ്പൊ കുട്ടപ്പൻ ഒരുപാട് അലഞ്ഞ് ഒടുവില് സാസുകയെ കണ്ടുമുട്ടും. 2 പേരും 2 ശിലയുടെ മുകളിൽ കയറി പരസ്പരം നോക്കി നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും
അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.